ഹലോ ഫാമിലി, ഞാൻ നിങ്ങളുടെ സ്വന്തം ആമിയാണ്. എനിക്ക് മെൻ്റൽ ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനത്തെ ആൾക്കാർക്ക് തന്നെയാണ് വിഷമം വരുമ്പോൾ ആരും കാണില്ല കൂടെ. ഇപ്പോൾ ഈ വീഡിയോ കാണുന്നതിൽ ഒരുപാട് പേര് ഇച്ചിരിയെങ്കിലും വിഷമിച്ചിരിക്കുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണോ? അങ്ങനെയാണെങ്കിൽ ദിസ് വീഡിയോ ഇസ് ഫോർ യു. യെസ്, സോ ദിസ് വീഡിയോ ഇസ് ഫോർ യു എന്ന് പറയുമ്പം നമ്മൾ ഒരുപാട് വിഷമിച്ചിരിക്കുന്ന എല്ലാ സിറ്റുവേഷൻസിലും നമുക്ക് വളരെ നമ്മളെ അടുത്തറിയുന്ന ആൾക്കാരോട് പോലും ചില കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റില്ല. കാരണം അവർ നമ്മൾ ഒരുപാട് നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ട് അവർ നമുക്ക് നല്ല നല്ല അഡ്വൈസസ് ഒക്കെ തരും. അപ്പം ചില സമയത്ത് നമുക്ക് വിഷമിച്ചിരിക്കുമ്പോൾ അഡ്വൈസസ് കേൾക്കാൻ നമുക്കൊരു ആഗ്രഹം ഉണ്ടാവില്ല. അങ്ങനത്തെ സിറ്റുവേഷൻസിലാണ് ഞാനാണെങ്കിലും ഇങ്ങനത്തെ വീഡിയോസ് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് കാണാറുണ്ട്. ആൻഡ് പല ടൈപ്പ് വീഡിയോസ് കാണുമ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട്, ഐ എം ജസ്റ്റ് 28 now. എൻ്റെ ഇത്രയും കാലത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങളടുത്ത് ഷെയർ ചെയ്യാമെന്നുള്ളത്. ഏറ്റവും ആദ്യം വിഷമിക്കുമ്പം എനിക്ക് തോന്നാറുള്ളതെന്ന് വെച്ചാൽ, ഞാൻ ഈ ഒരുപാട് വിഷമിക്കുന്നത് എനിക്ക് എന്തോ കുഴപ്പമുണ്ടായിട്ടാണെന്നാണ് ഞാൻ ഫസ്റ്റ് വിചാരിക്കാറ് കേട്ടോ. പക്ഷേ ഇവൻച്വലി ഞാൻ ഒരുപാട് ബുക്സ് വായിച്ചു, ഒരുപാട് ഓൺലൈൻ ആർട്ടിക്കിൾസ് വായിച്ചു, ഒരുപാട് വീഡിയോസ് കണ്ടു. ഇതിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയെന്ന് പറയുന്നത്, നമ്മൾ ഇമോഷണലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് കൂടുതലും ഇങ്ങനെ പെട്ടെന്ന് കരച്ചിൽ വരിക, ഒരുപാട് കാര്യങ്ങൾ ഡീപ്പായിട്ട് ഫീൽ ചെയ്യാന്നുള്ളത്. അത് ചില ആൾക്കാർക്ക് അത് കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരു ഇതാണ്. കാരണം ചിലർ ഒട്ടും ഇമോഷണലി ഇൻ്റലിജൻ്റ് അല്ലാതെ ഉള്ള ആൾക്കാരാകുമ്പോൾ അവരുടെ അടുത്ത് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇറ്റ് ഈസ് ഓക്കെ ടു ബി സാഡ്. വാട്ട് എവർ ഫീലിംഗ് യു ആർ ഫീലിംഗ് റൈറ്റ് നൗ, അത് എന്ത് വിഷമമായിക്കോട്ടെ, ഡിപ്രസ്ഡ് ആയിക്കോട്ടെ, എന്ത് ഡീപ്പ് ലെവൽ ഫീലിംഗ് ആണെങ്കിലും ഇറ്റ് ഈസ് ഓക്കെ ടു ഫീൽ വാട്ട് യു ആർ ഫീലിംഗ്. അത് നമ്മളെ ഫുള്ളി കൺസ്യൂം ചെയ്താൽ നമ്മുടെ മേത്തുനിന്ന് ഫുള്ളായിട്ട് ഇറങ്ങി പോകാനുള്ളൊരു സമയം കൊടുക്കുക. പക്ഷേ ആ സമയത്ത് വരുന്ന ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുന്നത്, എൻ്റെ കേസിൽ ഞാൻ ഏറ്റവും കൂടുതൽ ചാലഞ്ച് ആയിട്ട് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ, ഏറ്റവും വിഷമം വരുമ്പോൾ ഞാൻ എന്നെ വെറുക്കും. ഞാൻ അത്രയും നേരം ഉണ്ടായിരുന്ന ഒരു ഫീലിംഗ് അല്ല എനിക്ക് എന്നോട് തന്നെ ഉണ്ടാവാറ്. അതാണ് എനിക്ക് ഏറ്റവും ചാലഞ്ചിങ് ആയിട്ട് തോന്നാറ്. കാരണം ഞാൻ ഈ ഒരു സിറ്റുവേഷനിൽ വന്ന് പെടാൻ ഏറ്റവും വലിയ റീസൺ ഞാൻ തന്നെയാണ്. എന്നെ തന്നെ ബ്ലെയിം ചെയ്യും. കാരണം ബാക്കി കാര്യങ്ങളൊക്കെ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടും സെൻസിബിളായിട്ട് നിൽക്കുന്ന ആൾക്കാരായിരിക്കുമല്ലോ നമ്മളൊക്കെ. അപ്പം ഞാൻ പിന്നെയും ഈ ഇമോഷണൽ ട്രാപ്പിൽ, അത് എന്ത് രീതിയിലായിക്കോട്ടെ കേട്ടോ, റിലേഷൻഷിപ്പ് മാത്രമൊന്നുമല്ല ഞാൻ പറയുന്നത്, പേഴ്സണൽ ചോയ്സസ് ആയിക്കോട്ടെ, പ്രൊഫഷണൽ ചോയ്സസ് ആയിക്കോട്ടെ, എന്താണെങ്കിലും നമ്മളെ വിഷമിപ്പിക്കാനുള്ളൊരു സാഹചര്യത്തിൽ നമ്മളെ തന്നെ ഞാൻ തന്നെ കൊണ്ടെത്തിച്ചല്ലോ എന്നുള്ള കാര്യം എന്നെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ വന്ന് അതിന് ഏറ്റവും ആദ്യം ഞാനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഫസ്റ്റ് ഈ കരയുകയാണെങ്കിൽ തന്നെ കരഞ്ഞ് തീർക്കും. എന്നിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഒരു സ്പേസിലിരുന്നിട്ട് എൻ്റെ ഫേസൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം ഡീപ്പ് ബ്രെത്ത്സ് എടുത്തിട്ട് ഒന്ന് ചിന്തിക്കും, ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു സിറ്റുവേഷനിൽ വന്ന് പെട്ടത്, എൻ്റെ ഭാഗത്തുനിന്ന് എന്താണ് വന്ന ഒരു മിസ്റ്റേക്ക്, അല്ലെങ്കിൽ ഞാനൊന്നും ചെയ്തില്ലെങ്കിൽ പോലും ഞാൻ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വരാനുണ്ടായ സാഹചര്യങ്ങൾ എന്താണ്. എന്നിട്ട് എൻ്റെ മൈൻഡിൽ തന്നെ ഞാൻ എനിക്കിത് സംഭവിച്ചതിന് കുറച്ച് റീസൺസ് കണ്ടെത്തും. ബ്ലെയിം ചെയ്യല്ല ചെയ്യുക. അതായത് ഇതിനെ വളരെ ഒബ്ജക്റ്റീവായിട്ട് അനലൈസ് ചെയ്യും. ഓക്കെ, എന്തൊക്കെയായിരുന്നു സിറ്റുവേഷൻസ്, എങ്ങനെയൊക്കെയാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഞാൻ വന്നെത്തിയെന്നൊക്കെ അനലൈസ് ചെയ്യുമ്പോൾ തന്നെ പകുതി ഓക്കെ, ഇത് എങ്ങനെയാണോ ഇതിലേക്ക് വന്ന് അതുപോലെ തന്നെ ഇതിനകത്ത് പുറത്ത് വരാനുള്ള സൊല്യൂഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഇമ്മീഡിയറ്റ്ലി നെക്സ്റ്റ് ഞാൻ ചിന്തിക്കുന്നത്, ഇതിന് മുൻപ് ഞാൻ കടന്നു പോയിട്ടുള്ള ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസിനെ പറ്റിയാണ്. അത് ഓവർകം ചെയ്ത് ഞാനാണെങ്കിൽ എനിക്ക് ഇതും ഓവർകം ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ എന്നെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കും. ആൻഡ് പിന്നെയും കുറച്ച് ഡീപ്പ് ബ്രെത്ത്സ് ഒക്കെ എടുത്തിട്ട് ഞാൻ എന്നെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കും, ഓരോ മുറിവും, അത് നമുക്ക് ഫിസിക്കലി കാണാൻ പറ്റുന്നതാണെങ്കിലും അല്ലാന്നുണ്ടെങ്കിലും ഓരോ മുറിവും ഉണങ്ങാൻ അതിൻ്റെതായ സമയം കൊടുക്കണം. എന്നാൽ മാത്രമേ അത് ഉണങ്ങുള്ളൂ. ഇപ്പം ഞാൻ പെട്ടെന്ന് കരഞ്ഞൊരു കാര്യത്തിന് വിഷമിച്ചിട്ട് അപ്പം തന്നെ അതിൻ്റെ ആ ഒരു ഇത് മാറണം എന്ന് പറഞ്ഞാൽ അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ എന്നെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കും. എന്നിട്ടും എനിക്ക് ഓക്കെ ആവാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ആരെയെങ്കിലും ഞാൻ വിളിച്ച് സംസാരിക്കും. ചിലപ്പോൾ അത് അമ്മയാവാം, ചേച്ചിയാവാം, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആവാം, അങ്ങനെ ആരെങ്കിലും ഞാൻ വിളിച്ച് സംസാരിക്കും. കാരണം ഇറ്റ് ഈസ് ആബ്സല്യൂട്ട്ലി ഫൈൻ ടു ടേക്ക് ഹെൽപ്പ്.
ആദ്യം നമ്മളെ തന്നെ പറഞ്ഞെല്ലാം മനസ്സിലാക്കാൻ നോക്കിയിട്ട് നമ്മളെ കൊണ്ടത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഹെൽപ്പ് എടുക്കണം എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. ബിക്കോസ് നമുക്ക് ഹീലിംഗ് ആണ് ഇമ്പോർട്ടൻറ്റ്. ഒരു മുറിവിന് ഉണക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇനി എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് വേറെ ചെയ്യാനുണ്ട്. ഇപ്പോൾ ഈ ഒരു വീഡിയോ വരെ എത്തിയത്, ഐ എം സോ പ്രൗഡ് ഓഫ് യു, ബിക്കോസ് യു ആർ ട്രൈങ് ടു ഡു സംതിങ് ടു മേക്ക് യുവർ സെൽഫ് ഫീൽ ബെറ്റർ. അപ്പോൾ അത് തന്നെ ഒരു വലിയ സ്റ്റെപ്പാണ്. ഇത് തന്നെ ഒരു ചെറിയൊരു ഹെൽപ്പായിട്ട് തന്നെ നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുടെ പറയാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എത്ര വിഷമമുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിലും ഇറ്റ് ഈസ് ഓക്കെ ടു ഫീൽ ദറ്റ് ഹേർട്ട്. യു ആർ പെർഫെക്റ്റ്ലി ഫൈൻ ദ വേ യു ആർ. നിങ്ങൾ ആ പെയിൻ ഫീൽ ചെയ്യുന്നത് നിങ്ങൾ അത്ര ജെൻറ്റൽ ആൻഡ് ജെന്യുവൻ ആയിട്ടൊരു സോൾ ആയതുകൊണ്ടാണ്. അത് ആരെക്കൊണ്ടും ഒന്നിനെ കൊണ്ടും മാറ്റാൻ സംഭവിക്കരുത്. സോ ഇത്ര നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസസും എൻ്റെ പേഴ്സണൽ തോട്ട്സുമാണ്. പക്ഷേ ഈ ചിന്തകൾ എന്നെ ഒരുപാട് പല സാഹചര്യങ്ങളിലും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ചില സമയത്ത് നമുക്ക് എത്ര ഫ്രണ്ട്സ് ഉണ്ട്, എത്ര നല്ലൊരു ഫാമിലി ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ഇമോഷണലി ഒറ്റയ്ക്കായി പോകും. അപ്പോൾ നമുക്ക് ആരുടെ മിണ്ടണമെന്നോ ഒന്നും തോന്നില്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് നമ്മുടെ മൈൻഡിനെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി, കേട്ടാൽ മതി എന്നുള്ളൊരു സംഭവം ഉണ്ടാവും. അപ്പം അതാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിച്ചത്. അപ്പം നിങ്ങൾ ആരും ഇങ്ങനെ വിചാരിക്കരുത് ലൈക്ക് യുവർ അലോൺ. നിങ്ങളെപ്പോലെ തന്നെ അതിനേക്കാളും ഇൻറ്റൻസിറ്റിയിൽ അതിനേക്കാളും വിഷമം എടുക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞാനുണ്ട്. എനിക്ക് ചില സമയങ്ങളിൽ എൻ്റെ എന്താ പറയുക, മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പോലും മനസ്സിലാവില്ല. പക്ഷേ നമുക്കതിനകത്ത് നിന്നൊക്കെ ഓവർകം ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ഓവർകം ചെയ്യും. നമ്മൾ വിശ്വസിക്കണം. നമ്മൾ എന്താണോ നമുക്ക് വേണ്ടത് ആ ഒരു, അതായത് മെൻ്റൽ ഹെൽത്ത് സ്ട്രോങ് ആവണമെന്നുണ്ടെങ്കിൽ ആ മെൻ്റൽ ഹെൽത്തിന് നമ്മളത് വിശ്വസിക്കണം ഫസ്റ്റ്. അപ്പോൾ അങ്ങനെ മുമ്പോട്ട് പോവുക. ഒറ്റയ്ക്കല്ല, ഡോണ്ട് വറി അബൌട്ട് ദാറ്റ് കേട്ടോ. എല്ലാവരും ഒറ്റയ്ക്കാവും. പക്ഷേ എൻ്റെ അർത്ഥം ഞാൻ എന്നും ഒറ്റയ്ക്കായി പോകുന്നല്ല. ആൻഡ് ഏറ്റവും ടഫായിരിക്കുന്ന വിഷമമുള്ള സിറ്റുവേഷൻസിലാണ് നമ്മൾ എന്താ പറയുക, ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലുമൊക്കെ ഉള്ള സ്ട്രെങ്ത് എല്ലാം കൂടി എടുക്കേണ്ടത് മാത്രം ചെയ്യേണ്ട കാര്യമുള്ളൂ. ആ ഒരു മൊമെൻറ്റിൽ നമ്മൾ ആ ഒരു മൊമെൻ്റ് ഒന്ന് നമുക്ക് കടന്നു പോകാൻ പറ്റിയാൽ ചിലപ്പോൾ നെക്സ്റ്റ് മൊമെൻറ്റിലേക്ക് എത്തുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒന്ന് സ്ട്രോങ് ആകാൻ പറ്റും. അപ്പം ആരും അങ്ങനെ ഒരുപാട് വിഷമിക്കേണ്ട. നമുക്കൊക്കെ പല സാഹചര്യങ്ങളിലും പല സിറ്റുവേഷനിലും ഒരുപാട് പ്രശ്നങ്ങളുള്ള ആൾക്കാരാണ്. ആൻഡ് കുറച്ച് ഒരു 20s ലേറ്റർ സ്റ്റേജസിൽ ലേറ്റ് 20s മുതൽ ആ പരിപാടി തുടങ്ങും. അപ്പം അതോർത്ത് ആരും ഡൗൺ ആവണ്ട. നമ്മൾ മുമ്പോട്ട് തന്നെ പോകും കേട്ടോ. സോ ഒരു കൺക്ലൂഷനായിട്ട് എനിക്ക് ഇത്രയും പറയാനുള്ളൂ. നമുക്ക് ഒരുപാട് വിഷമം വരുമ്പം നമ്മൾ നമ്മുടെ തന്നെ വാല്യൂ മറന്നു പോകും. നമ്മളെ ഇവിടെ വരെ പഠിക്കാനും വിഷമിക്കുമ്പോൾ ഇതാവാനും ആക്റ്റീവായിരിക്കാനും ഒക്കെ നമ്മുടെ ജേർണിയിൽ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ ഈ ബോഡിയും മൈൻഡും സോളും മാത്രമാണ്. നമ്മുടെ പേരൻസും അതുപോലെ നമുക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അത് കഴിഞ്ഞിട്ടേ വരുള്ളൂ എങ്ങനെയൊക്കെ നോക്കിയാലും. അപ്പം ആ ഒരു ബോഡീനോടും ആ ഒരു സോളിനോടും നമുക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അതിനെ വിട്ട് കളയില്ല എന്നുള്ളൊരു കമ്മിറ്റ്മെൻറ്റ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളെ ഇച്ചിരിയെങ്കിലും ഹെൽപ്പ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കും ഇതുപോലെ വിഷമം വന്നപ്പോൾ ഞാനും ഇതുപോലെ കുറേ വീഡിയോസ് കണ്ടാണ് ഞാൻ ഇതായിട്ടുള്ളത്. അപ്പം അടുത്ത വട്ടം കാണുന്നവരേക്കും ഇറ്റ്സ് മീ ആമി സൈനിങ് ഓഫ്.